തന്നെ മര്യാദക്ക് പഠിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്ത് പഠിപ്പിക്കാനാണ്? A+ അത് ഞാൻ പഠിച്ച സ്കൂളിൽ A+ ഇല്ല. ഏതൊരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം? പേടിപ്പിക്കാൻ പോകണം തിയേറ്റേഴ്സിൽ. സുമതികുളവ് പറഞ്ഞൊരു സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അഭിലാഷേട്ടൻ ഇങ്ങനെ സിനിമ എടുക്കാൻ പോകുമ്പോഴേ ഞാനിങ്ങനെ കേട്ടിരുന്നു. ഓക്കെ, സുമതികുളവ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന ഒരു പ്രോജക്റ്റ് ആണ്. തിയേറ്റേഴ്സിൽ ഉടൻ ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. ചേട്ടാ പറയുമ്പോൾ സുമതികുളവ് എന്ന പടം ആക്ച്വലി 2019 ഞാൻ കഥ കേട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് അത്രയും ഒരു എമൗണ്ടിൽ ആ പണം ചെയ്യാൻ പറ്റില്ല. ബിസിനസ് പരമായിട്ട് ആൾക്കാരെ പറഞ്ഞപ്പോൾ നിന്നുപോയത് പണം. പക്ഷെ ദൈവം സഹായിച്ച് എല്ലാവരും പ്രാർത്ഥനകളുകൊണ്ട് നമ്മൾ 2024 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. 2025 ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പറഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും ഉടനെ വരും. അപ്പോൾ അത് വൻ ഒരു എനിക്ക് ആസ് എൻ ആക്ടർ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. കാരണം രോമാഞ്ചം എന്ന പടം ചെയ്തതിന് ശേഷം എനിക്ക് ഹൊറർ പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കോമഡി ഉണ്ട്, പക്ഷെ എന്നാലും നല്ല രീതിക്ക് പേടിപ്പെടുത്തുന്ന പരിപാടികൾ സുമതികുളവിലുണ്ട്. അപ്പോൾ അത് ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് പടം വന്ന് ചെയ്യണം. ചത്താപ്പച്ച പടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. അതിപ്പോ ജൂൺ 10 ഷൂട്ട് തുടങ്ങുന്നത്. അതിന്റെ ലുക്കായിട്ട് ഇല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞോ ഒരു നമ്മളെല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും പേരൻസിന്റെ ഒരു പങ്ക് വലുതായിട്ട് അല്ല. ചേട്ടൻ കുഞ്ഞിലെ പഠിച്ചപ്പോ എങ്ങനെയായിരുന്നു അശോകൻ സാർ? അതായിരുന്നു എന്റെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടിരുന്നത്. സാർ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ, അതായത് ഇത് പഠിക്കണ, രാവിലെ എഴുന്നേറ്റ് പഠിക്കണ അങ്ങനെയൊക്കെ പറയുന്നത്. അച്ഛൻ ആ സമയത്ത് ഭയങ്കര തിരക്കേറിയൊരു നടനായിരുന്നു. അച്ഛൻ ഇപ്പോ വീട്ടില് വരവ് ഭയങ്കര കുറവായിരുന്നു. എന്റെ മാർക്ക് കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലുള്ള ഇങ്ങനെ വിചാരിക്കുന്നു അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അച്ഛൻ എപ്പോഴും ഓട്ടവും കാര്യങ്ങളൊക്കെ. ഞാൻ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഞാൻ 11th 12th പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ ഇറങ്ങിയപ്പോൾ നീ എഞ്ചിനീയറിംഗിന് പോകും എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ 11th 12th കൊമേഴ്സാണ് എടുത്തുള്ള കാര്യം അച്ഛനാണ് പറഞ്ഞത്. അത്രയ്ക്ക് ബിസി ആയിരുന്നു ആ സമയത്ത്. അപ്പൊ പിന്നെ നമ്മൾ ആ പ്രഷറിന്റെ കാര്യം ചോദിച്ചിട്ട് കാര്യമാണ്. ശരി, ഇനി കമ്മിങ് ടു യുവർ ഡോട്ടർ. ഇപ്പോഴാണ് ചേട്ടൻ അങ്ങനെ ഇരുത്തി പഠിപ്പിച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനായിരിക്കും? ഒരിക്കലുമല്ല. അവള് ചില്ലിയായിട്ട് അവള് ഹാപ്പി ആയിട്ട് അവള് രീതി പോട്ടെ. അല്ല, കാരണം നമ്മൾ അത്ര പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ പ്രഷർ ചെയ്യണം, ഒരിക്കലും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കാം അവരും ഒരു നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ അവരും അവരെ ചിന്തി ചെയ്ത പരിപാടി പോട്ടെ. അതിലുണ്ടല്ലോ നീതു വൈഫുണ്ട്, നമ്മൾ ചില്ലല്ലേ. ഞാൻ തന്നെ മര്യാദക്ക് പഠിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്ത് പഠിപ്പിക്കാനാണ്? ഇവിടെ ഈ സ്ക്രിപ്റ്റില് ആക്ച്വലി ന്യൂട്ടൺസിലെ കുട്ടികൾ ചേട്ടൻ എടുത്തൊരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട്. ചേട്ടൻ എത്ര A+ ഉണ്ടായിരുന്നു? A+ അത് ഞാൻ പഠിച്ച സ്കൂളിൽ A+ ഇല്ല. ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി ഇവിടെ വരെ എത്തിയതാണ്. അപ്പൊ ഞാൻ അതാണ് സത്യം പറഞ്ഞ ഈ പരിപാടിക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോ ആലോചിച്ചതാണ് എന്തുകൊണ്ട് എന്നെ വിളിച്ചു. അപ്പൊ നീ A+ ആരും ചോദിക്കല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പൊട്ടുമെന്നറിയാം. കാരണം പഠിച്ചാൽ മാത്രം ടെൻഷനുള്ളൂ. നമ്മൾ പോയിട്ട് മറക്കും ഇത് മറക്കാനൊന്നുമില്ല. അതൊന്നും ഇല്ല. ഓൾറെഡി പോകുമ്പോൾ തന്നെ ഓക്കെ പൊട്ടും എന്നുള്ളത് കൂടെ. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി. പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്ന് ഞാൻ പറഞ്ഞു. പഠിക്കുക, പഠിച്ചോണ്ടിരിക്കുക, ഇഷ്ടം എന്താ വെച്ചാൽ അത് ചെയ്യാം. കാരണം വെച്ചാൽ ഞാൻ കണ്ടുവന്ന പരിപാടി എന്റെ ഫ്രണ്ട്സ് എന്നെക്കാട്ടും കഴിവുണ്ടായ കുറെ പേരുണ്ട്. കാരണം സിനിമ ഫീൽഡിൽ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം DOP ആവാൻ, സിനിമാറ്റോഗ്രാഫർ ആവാൻ, ഡയറക്റ്റ് ചെയ്യാൻ. പക്ഷെ
എനിക്ക് കിട്ടിയ ഒരു ഫ്രീഡം അവരുടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായില്ല. എൻട്രൻസിന് പോവാ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അവര് ആക്ച്വലി +2 കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര പ്രഷറിൽ പഠിക്കേണ്ടി വന്നു. അപ്പൊ അവരുടെ ആഗ്രഹം അതായിരുന്നു, പക്ഷെ പഠിച്ചത് വീട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പൊ പഠിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞ, പഠിക്കുക, പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ സ്വപ്നം എന്താണെന്ന് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. നമ്മൾ എത്തും, ഉറപ്പാ. അപ്പൊ ഞാൻ പോട്ടെ, ആക്ച്വലി ഒട്ടും വയ്യ, നല്ല പനിയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ വരാൻ പറ്റിയതിലും എല്ലാവരും കണ്ടതിലും ഈ പരിപാടിയിലും കാണാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഇനി പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച് അർഷ ചേട്ടാ.